നമസ്കാരം. മൂന്നാമതും അധികാരം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും പയ്യന്നൂരിലെ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകളുമൊക്കെ വന്നത്. അതോടുകൂടി ഏകദേശം ഭരണം കൈവിട്ടു പോകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പിണറായി വിജയനും CPM-ഉം ഒക്കെ എത്തി. ഭരണമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയാത്ത ഒരു തരത്തിലേക്ക് അവരുടെ മനസ്സ് മാറി. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണം നമുക്കറിയാം. നിരവധി അഴിമതികളാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ വന്നത്. പക്ഷേ അതിനുശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് വന്ന കോവിഡ് എല്ലാം മാറ്റിമറിച്ചു. ആ കോവിഡിൽ കൊടുത്ത കിറ്റും മറ്റുമൊക്കെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ ഒരു കാരണമായി. പക്ഷേ അതോടൊപ്പം തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്തൊക്കെയാണ് തങ്ങൾ കാണിച്ചു കൂട്ടിയത്, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ, സ്വപ്ന സുരേഷിനെ വേട്ടയാടിയ കാര്യങ്ങളിലൊക്കെ സാധാരണ ജനങ്ങൾക്കൊരു ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ, ആ കാരണങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പ് കയ്യാലപ്പുറത്തെ ഒരു തേങ്ങ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിൽ വരാനായി പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും CPM അന്ന് പയറ്റിയിരുന്നു. അതിലൊന്നാണ് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ അന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെയും മകളെയും ചെറുമകനെയും ഭാര്യയെയും വിളിച്ചിരുത്തി ഒരു ഇൻ്റർവ്യൂ നടത്തിയത്. ആ ഇൻ്റർവ്യൂ കാണുന്ന ആർക്കും തോന്നിപ്പോകും പിണറായി വിജയനോട് ചെറിയൊരിഷ്ടം. കാരണം നമുക്കറിയാം, പിണറായി വിജയനെ പലരും, കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും ഒരു അകൽച്ചയോടുകൂടി കാണുന്ന ഒരു നേതാവാണ്. ആ പിണറായി വിജയൻ്റെ പതിഞ്ഞ ഒരു സംസാരവും വളരെ പാവത്തെ പോലെയുള്ള ഒരു വിശദീകരണവുമൊക്കെ വളരെ ഒരു ശാന്ത സ്വഭാവിയെ പോലെയാണ് അന്ന് പിണറായി വിജയൻ പല കാര്യങ്ങളും സിന്ധു സൂര്യകുമാറിനോട് വിശദീകരിച്ചത്. ഇതൊക്കെ കാണുന്നവർക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നും. ദൈവമേ, ഈ മനുഷ്യനെയാണല്ലോ ഞങ്ങൾ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചത് എന്നുള്ളൊരു സംശയം പലർക്കും തോന്നുമായിരുന്നു. അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം സിന്ധു സൂര്യകുമാർ നടത്തിയ ആ ഒരു ഇൻ്റർവ്യൂ അത് വലിയ തോതിലുള്ള വലിയൊരു സ്വാധീനമാണ് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലുത്തിയത്. അതുകൊണ്ട് തന്നെ കുറേ വോട്ടുകൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പേരിൽ മാത്രം CPM-ൻ്റെ പെട്ടിയിലേക്ക് വീണു. അത് പലരും വ്യക്തിപരമായി എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ആ ഇൻ്റർവ്യൂ കണ്ട പലരും പിണറായി വിജയനെ തെറ്റിദ്ധരിച്ചിരുന്നു എന്നൊക്കെ അവർ പിന്നീട് പറഞ്ഞു. അതിനുശേഷം രണ്ടാമതും പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നു. പിന്നീട് നടന്നത് നമ്മൾ ഒരിക്കൽ പോലും ഒന്ന് ഓർക്കാൻ കൂടി ധൈര്യപ്പെടാത്ത തരത്തിലുള്ള ഭരണമായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയൻ്റെ സർക്കാർ നടത്തിയത്. ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പിന് 2-3 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ അവസരത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും വെട്ടിപ്പുമൊക്കെ പൊങ്ങി വന്നത്. അതോടുകൂടി വീണ്ടും ഭരണം പോകുമെന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ വീണ്ടും പഴയ അതേ അടവുമായി പിണറായി വിജയനൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശം മാധ്യമങ്ങളുടെ മുന്നിൽ. തൻ്റെ അമ്മ താൻ കോളേജിലേക്ക് പോകുന്ന സമയത്ത് റൊട്ടി, അതായത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഭാഷയിലൊക്കെ നാട്ടിലൊക്കെ പറയുന്നത് ഒറോട്ടി എന്നാണ് പോലും, ഒറോട്ടി കൊടുത്തുവിടും. അത് തൻ്റെ ഒരു ബേസ് ബോർഡ് കൊണ്ടുണ്ടാക്കിയ ഒരു ഫയലുണ്ട്, ആ ഫയലിൽ വെച്ച് ആണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയാൽ അത് കഴിക്കും. എന്നും ആ റൊട്ടി ഉണ്ടാകുമായിരുന്നില്ല. അന്നൊക്കെ പട്ടിണിയായിരുന്നു. പക്ഷേ തൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും താൻ ആരെയും അറിയിച്ചിരുന്നില്ല. അതിന് തൻ്റെ അഭിമാനം സമ്മതിച്ചിരുന്നില്ല. അഭിമാനിയായിട്ട് തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ താൻ അന്നൊക്കെ ജീവിച്ചത്. പിന്നെ താനെന്ന് ഒരു ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെള്ള ഡ്രസ്സ്. മറ്റ് കളർ നിറത്തിലുള്ള ഡ്രസ്സുകളൊന്നും വാങ്ങാനുള്ള പണമില്ലാതിരുന്നത് കൊണ്ട് ആ വെള്ള ഡ്രസ്സാണ് താൻ ഉപയോഗിച്ചിരുന്നത്. ആ ശീലമാണ് ഇന്നും തുടർന്നു പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നലെ തള്ളിമറിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ സാധാരണക്കാരായവരൊക്കെ മൂക്കത്ത് വിരൽ വയ്ക്കും. ദൈവമേ, ഈ മനുഷ്യനാണല്ലോ ഇത്രയും നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം ഈ കനൽ വഴികളിലൂടെയൊക്കെ നടന്നു വന്നതുകൊണ്ടായിരിക്കും പാവം ഇത്രയും ഒരു കടുപ്പമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഈ പുറമെ പരുക്കനെന്ന് തോന്നുന്നവരുടെ ഉള്ളിൽ ശുദ്ധമാണെന്നാണല്ലോ പറയുന്നത്. ചിലപ്പോൾ ആ ഒരു കാരണമൊക്കെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നട്ടെ എന്ന് കരുതി ഏതോ PR ഏജൻസിയുടെ ഉപദേശത്തിൻ്റെ ഫലമായിട്ട് തള്ളിയതാണ് എന്നുള്ള കാര്യം ചിന്തിക്കുന്നവർക്ക് അറിയാം. എന്തായാലും ഇതും ഒരു വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കിരാത ഭരണത്തെ മാറ്റിമറിക്കാനായി, ഇതെല്ലാം മറച്ചു വയ്ക്കാനായി നടത്തുന്ന ഒരു തന്ത്രം മാത്രമാണ്, PR ഏജൻസിയുടെ ഉപദേശപ്രകാരം നടത്തുന്ന ഒരു തന്ത്രം മാത്രമാണ് ഈ റൊട്ടി കഥയും ഒറ്റ നിറത്തിലുള്ള ഡ്രസ്സിൻ്റെ കഥയും ഒക്കെ. അത് മാത്രമല്ല, 3 കോടി രൂപയോ മറ്റോ മുടക്കിയാണ് ഇപ്പോൾ KSRTC ബസ്സുകളിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ
ഒരു പരസ്യം പതിപ്പിക്കുന്നത് പോലും. ഇത്രയധികം കടക്കണിയിലാണ് കേരളം നിൽക്കുന്നത്. അവിടെയാണ് വീണ്ടും കോടിക്കണക്കിന് രൂപ മുടക്കി അധികാരം കിട്ടാനായി ഈ പരസ്യം പതിപ്പിക്കുന്നത് എന്ന് കൂടി അറിയണം. ഇത് CPM-ന്റെ ഒരു തന്ത്രമാണ്. എന്ത് വൃത്തികെട്ട കളിയും കളിക്കാൻ, അധികാരം കിട്ടാൻ എന്ത് വൃത്തികെട്ട കളിയും കളിക്കാൻ, എന്ത് പെരും നുണയും പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. MM മണി നമുക്കറിയാം, ധാർഷ്ട്യത്തിൻ്റെയും ഭീഷണിയുടെയും അസഭ്യത്തിൻ്റെയും ഒരു പൊതുപ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്ത സകലതിൻ്റെയും നിറകുടമാണ് MM മണി. ഇടുക്കിയിലുള്ള കുറേ പേർക്കൊക്കെ ചിലപ്പോൾ വലിയ ആളായിരിക്കും. പക്ഷേ കേരളത്തിലുള്ള ആകെ ആൾക്കാരുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ MM മണിയെക്കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന വാർത്തയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും ജനങ്ങൾക്ക് MM മണിയോടുള്ള ഒരു മനോഭാവം എന്താണെന്നുള്ള കാര്യം. MM മണിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു തന്ത്രം പയറ്റിയതാണ്. അദ്ദേഹത്തെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ അദ്ദേഹം പറയുന്നത് വളരെ പാവത്തോടു കൂടി, ഞാൻ പിന്നീട് ഒരിക്കൽ അതിന് മുമ്പോ അതിന് ശേഷമോ ഈ MM മണി ഇത്തരത്തിലൊരു ഭാവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞത്, ഞാനിപ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളം, ആ ശമ്പളം കൊണ്ട് ഞാൻ ഉണ്ണാൻ കയറുമ്പോൾ ഒരുപാട് സഖാക്കളും ആൾക്കാരൊക്കെ കാണും, അവരുടെ എല്ലാം പണം ഞാൻ കൊടുക്കും. പിന്നെ ഇതിന് ട്രാവലിംഗ് അലവൻസ് കിട്ടും. അതൊക്കെ എന്ത് കിട്ടാനാണ് അതുകൊണ്ട്? പിന്നെ ഈ എന്താണ് ഡ്രസ്സുകളും പേനകളും ഒക്കെ വാങ്ങിത്തരുന്നത് സഖാക്കളാണ്, മക്കളാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് നമ്മളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് MM മണി മന്ത്രിയായിരുന്നപ്പോൾ 22 തവണ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൻ്റെ ടയർ മാറിയ വ്യക്തിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ കാണുന്നവർക്ക് തോന്നുന്നു ഇതൊക്കെ അഭിനയിച്ചാണ് ഇവരെയൊക്കെ ഈ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. PR ഏജൻസിയെ വർക്കേൽപ്പിക്കുന്നു, അവർ പറയും ഇന്ന രീതിയിൽ പെരുമാറണം, ഇന്ന കാര്യങ്ങൾ പറയണം. അത് വന്നിട്ട് വളരെ ഭംഗിയായി ഏതൊരു നടനും അവതരിപ്പിക്കാൻ കഴിയാത്തത്ര തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നു MM മണിയും പിണറായി വിജയനും ഒക്കെ. അതാണ് ഇന്നലെ പിണറായി വിജയൻ്റെ റൊട്ടിക്കഥയിലും കണ്ടത്. ഈ കുരുക്കിലൊന്നും ചെന്ന് ഈ കേരളത്തിലെ പൊതുജനങ്ങൾ ഇനി വീഴരുത്. ഇനി വീണാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കയറാൻ കഴിയില്ല. അങ്ങനെ തിരിച്ചു കയറണമെങ്കിൽ പോലും 5 കൊല്ലങ്ങൾ വേണ്ടി വരും. അതിനകം തന്നെ പലരുടെയും ശവമടക്ക് കഴിഞ്ഞിരിക്കും. കാരണം നമുക്ക് ഇനി ഒരു പിണറായി ഭരണം കൂടി താങ്ങാനുള്ള ശേഷി ഇവിടെ കേരളത്തിലെ സാധാരണക്കാരനില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇതൊക്കെ വെറും PR ഏജൻസിയുടെ ഒരു തള്ള് മാത്രമാണ്. അതുകൊണ്ട് ഈ റൊട്ടിക്കഥയും ഈ ഒറ്റ നിറത്തിലുള്ള ഡ്രസ്സിൻ്റെ കഥയും ഒന്നും ആരും വിശ്വസിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.